യാത്രയുടെ 2ാം അധ്യായം. കഴിഞ്ഞ തവണ വന്ന പലരുമുണ്ട്, പുതിയ പല വ്യക്തികളും കുടുംബങ്ങളും നമ്മളൊക്കെ കൂടിച്ചേർന്നിട്ടുണ്ട്. കൂടിച്ചേർന്നത് നല്ല സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. വരാതെ പോയത് വിഷമമുളവാക്കുന്ന ഒന്നുമാണ്. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും വർഷത്തിൽ ഒരിക്കൽ കൂടുമ്പോൾ എല്ലാവരും ഒന്നിച്ചു ചേരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. തിരക്കുകളില്ലാത്ത മനുഷ്യരില്ല. തിരക്കുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. തിരക്ക് നമുക്ക് ഒരു നേരത്തെ അവസാനിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വയം കണ്ടെത്തണം നമുക്കായിട്ട് കുറച്ച് സമയം. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത ഒരു റെജിമെൻറ്റിന് വേണ്ടി, നമ്മുടെ ഒരുപാട് ജീവിതത്തിൻ്റെ സമയങ്ങൾ ചിലവഴിച്ച ഒരു ഭാഗത്തിന് വേണ്ടി നമുക്ക് അല്പനേരം ഒന്നിച്ചിരിക്കാനും ആ പഴയ കഥകൾ പറയാനും അയവിറക്കാനും ഒരവസരം എന്നുള്ളത് ആരും കളഞ്ഞു കുളിക്കേണ്ടതല്ല എന്നുകൂടി പറയുന്നു. നമ്മുടെ പ്രോഗ്രാം ഇത് കഴിഞ്ഞ തവണ വരാത്തവരോട് പറയാം. എൻ്റെ പേര് ഷിജു, മഞ്ചേരിയാണ് വീട്. അമ്മ വന്നിട്ടുണ്ട്, വൈഫ് വന്നിട്ടുണ്ട്, എൻ്റെ ചെറിയ മോള് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ വരാത്തവർ നമ്മുടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വയം പരിചയപ്പെടുത്തേണ്ടതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയാണ്. അതിനുശേഷം എല്ലാവരും നമ്മൾക്ക് കേക്ക് കട്ടിംഗ് ഉണ്ട്. അതിനുശേഷമാണ് സ്വയം പരിചയപ്പെടുത്തേണ്ടത്. പേര്, സർവീസ് ചെയ്ത യൂണിറ്റ്, റിട്ടയർമെൻറ്റ്, വൈഫിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, അങ്ങനെ എല്ലാവരെ കുറിച്ചും സ്വയം പരിചയപ്പെടുത്തുക. ഞാൻ പേര് വിളിക്കുന്നില്ല. കഴിഞ്ഞ തവണ വരാത്തവർക്ക് സ്വയം അറിയാം. അപ്പോൾ സ്വയം എഴുന്നേറ്റ് നിന്ന് പരിചയപ്പെടുത്തേണ്ടതാണ്. ഇവിടെ വന്നിട്ട് ആദ്യം നമുക്ക് ഈശ്വര പ്രാർത്ഥനയിൽ കിടക്കാം. ഇനി യാത്രയുടെ ഓർമ്മയ്ക്കായി ഒരു അല്പം മധുരം എല്ലാ പ്രോഗ്രാമുകളുടെയും തുടക്കമായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. നല്ലൊരു യാത്ര, നല്ല ഓർമ്മകൾ, അതിനു വേണ്ടിയിട്ട് അതെ, ഉണർവിന്റെ 2ാം കുടുംബയോഗം, ഉണർവിന് കൂടുതൽ ഉണർവ് പകരാൻ നല്ല മധുരമുള്ള കേക്ക് മുറിക്കുക. നമ്മുടെ സീനിയർ മോസ്റ്റ് വെറ്ററൻസ് ക്ഷണിച്ചു കൊടുക്കുന്നു. ആകാശമാകെ കടിമല കതിരുമാ പുനരിപ്പൂമരം ആകാശമാകെ കടിമല കതിരുമാ പുനരിപ്പൂമരം
അഷ്ടമുടി കായലിലെ കണ്ണനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി എന്നെ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ അഷ്ടമുടി കായലിലെ കണ്ണനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ഇഷ്ടമാണോ ഇഷ്ടമാണോ ഓടി വരും ആടി വിളിക്കുന്നു ആടി വിളിക്കുന്നു ലാ 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 കായലിൽ വെച്ചിട്ടാണ് നമുക്കെല്ലാം ഉണ്ടാവുന്ന മീറ്റ് ചെയ്യാനും കാണാനും പറ്റിയ ഒരു സന്തോഷമുണ്ട്. കുറച്ചാളൊക്കെ എനിക്കറിയാം, ഞാൻ ആൾക്കാരെ ഞാൻ അറിയില്ല. മാധവേട്ടൻ, ചേച്ചി മാലേട്ടൻ, വിൻസെന്റ്, ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ അറിയാം. ഷിജുണ്ട്. ഞാൻ എൻറോൾ ആയത് മഹാരാജുവിലല്ല, സിഗ്നൽസിലായിരുന്നു. ട്രെയിനിങ്ങും ബേസ് ട്രെയിനിങ് ക്ലർക്ക് ട്രെയിനിങ്ങിന് ശേഷം ഞാൻ 88 ക്ലർക്ക് സർപ്ലസ് ആയപ്പോൾ മഹാരാജുവിൽ എത്താണ്ടായിരുന്നു. അതിനുശേഷം മഹാരാജുവിൽ നിന്ന് 90 പോയി. 90 റെക്കോർഡ്സിൽ വന്നു. അയ്യാറ്റൂരിലായിരുന്നു. ഓപ്പറാക്രം, വിജയ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൊണ്ട് ആയിട്ടുണ്ട്, ഒരു സ്പ്ലെൻഡർ തട്ടിയിട്ട് കാർഗിൽ യുദ്ധത്തിൽ. 2005 ഞാൻ റിട്ടയറായി സെൻറ്ററിൽ നിന്ന്. കുറേ കാലം ഭർത്തി ക്ലർക്കായിട്ട് വരുന്നു. ഓഫീസിൽ പിന്നെ ഒന്നായിട്ടൊക്കെ ഇരുന്ന് നല്ല രസമായിരുന്നു. മഹാരാജീവിൽ വന്നപ്പോൾ അതും സിഗ്നലിൽ നമ്മൾ ആരും അറിയണില്ല, ആരും ചോദിക്കണില്ല, ഒന്നുമില്ല. നമ്മൾ പോകണം, നമ്മളങ്ങനെ ജീവിച്ചു കൊണ്ട് തന്നെ. മഹാരാജീവിൽ വന്നപ്പോൾ ആ രീതിയൊക്കെ മാറി. ക്ലബ്സ് മാക്സിമം ക്ലബ്സ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. സിഗ്നൽസിൽ നമ്മൾ ആരും അറിയണില്ല. ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ കണ്ടുമില്ലെങ്കിൽ മാത്രമേ. ഓക്കെ. പിന്നെ പറയാനുള്ളത്, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, ഉഷാദി. ഞങ്ങളുടെ അടുത്തൊരു ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. ഒരു മോനും ഒരു മോളുമാണ്. മോൻ ഫെഡറൽ ബാങ്കിലെ ജൂനിയർ മാനേജറാണ്. അഗ്രികൾച്ചർ MSc ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോയിൻ ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം ജോയിൻ ചെയ്തു. അങ്ങനെ ഉണ്ടായാലും അവൻ തൃശ്ശൂരായിരുന്നു, ഇപ്പോൾ മലപ്പുറം റീജിയനിലാണ്. അവൻ്റെ ഭാര്യ PhD കൊണ്ടിരിക്കുന്ന MSc അഗ്രികൾച്ചറിൽ. ഒരു മോളുണ്ട്. മോളുടെ കല്യാണം റിസൾട്ട് സെപ്റ്റംബർ 1 ലാസ്റ്റ്. അവള് ACC ആണ്, PG കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ 10 മാസം ഉണ്ടായിട്ടുണ്ട്. അവിടെ കുഞ്ഞുമോൻ ദേവമാരിയാണ്. സെക്കൻഡിൻ്റെ കുടുംബം ബാക്ക്ഗ്രൗണ്ട്. ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇന്നും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അതായത് പകുതി ഇപ്പോഴും പട്ടണമായിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മഞ്ചേരിക്ക് 7 കിലോമീറ്ററും മലപ്പുറത്തേക്ക് 8 കിലോമീറ്ററും. സാറിന് അങ്ങനെ അറിയോ മലപ്പുറം? അതെ, താഴെ നല്ല വാസന വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ തുടങ്ങി തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ എങ്ങനെ ആലോചിച്ചിരുന്നു കുറച്ച് നേരത്തിട്ട്. അപ്പം ശരി, ഇനിയും നമുക്ക് പരിചയപ്പെടാം കൂടുതൽ. വളരെ സന്തോഷം. എൻ്റെ പേര് സത്യശീലൻ എന്നാണ്. ഞാൻ മഹാറിൽ ജോലി ചെയ്തു. ബിസിനസ്സൊക്കെ ആയിരുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അങ്ങോട്ട് നോക്കിയാൽ പൊരുത്ത് കടല്ലേ, എന്നോടേ ഉള്ളൂ. ആ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ചാമ്പറാടിക്കോടി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. ദൈവം ഇങ്ങനെ എനിക്കൊരു സന്ദർഭം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പേര് മോനച്ചൻ. 17 മഹാർ 17 കൊല്ലം ഞാൻ സർവീസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 2-3 കൊല്ലം വീട്ടിൽ നിന്നു.
പിന്നെ ഞാൻ DSC പോയി 18 കൊല്ലം സർവീസ് ചെയ്തു. 2 പെൻഷൻ. പിന്നെ 2 മക്കളായിരുന്നു. ഒരാളിപ്പോൾ UK-യിലാണ്, മൂത്ത മോള് മോനിഷ മോൾ. പിന്നെ ഒരാൾ ഷാർജയിൽ എയർപോർട്ടിൽ ഗ്രൗണ്ട് ഓഫീസറായിട്ട്. വേറെ ഒന്നുമില്ല. അടുത്ത ഒരു പാട്ട് കേൾക്കാം. അത് കഴിഞ്ഞ് അടുത്ത അതാണ് ഈ വൈവാണ് വേണ്ടത്. അതെ, ആരും അങ്ങോട്ട് മുഖത്തോട് മുഖം താല്പര്യമുള്ളവരുണ്ട്. ആവേശം കാണുമ്പോൾ അറിയാം നമ്മുടെ മനസ്സിലെ വാ ഡാൻസ് കളിക്കേ. ഒരു മധുരത്തിനാവിൻ അതിനായിരവാസകളാണൊരു അന്ന് ഈ പാട്ട് പാടാൻ അറിയാത്തവരും ഞങ്ങളെ പ്രായത്തിലുള്ള കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. റഹ്മാൻ ആടിപ്പാടി കളിച്ചാണ്. ഇനി അതിലൊക്കെ വേറെ കാര്യം, റഹ്മാൻ നിലമ്പൂരുകാരനാണ്. ഒരു ദിവസം ഇപ്പോഴല്ല, ഒരു 5-6 വർഷം മുമ്പ് ഒരു ഉപ്പയമ്മേൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, ഞാൻ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ സർവീസിലെ ഓഫീസില് അപ്പൊ പറഞ്ഞു, ഞാൻ ആക്ടർ റഹ്മാന്റെ ഉമ്മയാണ് പറഞ്ഞത്. അപ്പൊ ആക്ടർ റഹ്മാന്റെ ഉപ്പ ഒരു സർവീസുകാരനാണ്. അന്ന് എന്നോട് പറഞ്ഞിട്ട് കൈ ഒന്ന് പോയതാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് റഹ്മാന്റെ കാര്യം വന്നിട്ട് ഓർമ്മ. എന്റെ പേര് രാജേഷ് കെ കെ. രാജേഷ് കെ കെക്ക് ഒരു കൈ കൊടുക്കും. 17 വർഷം കഴിഞ്ഞ് റിട്ടയർഡായി. 2 മക്കളുണ്ട്. 2 പേരും അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം സ്ഥലത്തുണ്ട്. സ്വസ്ഥം. തോമസ് മാത്യു. ഞാൻ കോട്ടയം ജില്ല കടുത്തുരുത്തി എന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിൽ താമസിക്കുന്നു. 84-ലാണ് ഞാൻ മഹാരാജൻ സെൻട്രൽ ട്രെയിനിങ് ചെയ്യുന്നത്. 84 ട്രെയിനിങ് കഴിഞ്ഞു. 85-ൽ 17 മഹാറിലാണ് 19 വർഷം സർവീസ് ചെയ്തു. 2002 ഞാൻ റിട്ടയർഡായി. ഇപ്പോൾ നിലവിൽ ബിസിനസ് ചെയ്യുന്നു. ഗ്ലാസ് ഹൗസ്, മണ്ണഞ്ചേരി ഗ്ലാസ് ഹൗസ്, തലവലപ്പറമ്പ് അതിന് കടുത്തുരുത്തി, 2 സ്ഥലത്തുണ്ട്. കൂടാതെ ഞാൻ 19 വർഷം ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നു. കല്യാണം കഴിഞ്ഞു. ഒരു മോളുണ്ട് എനിക്ക്. മോളുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടി. ഇപ്പോൾ വൈഫ് വന്നിട്ടുണ്ട്. അക്കൗണ്ടൻ്റായി എൻ്റെ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നു. ശമ്പളം ഡെയിലിയാണ്.
എനിക്കില്ല. 18 സ്റ്റാഫോളം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് സിനി തന്നെയാണ്. ഞാനിങ്ങനെ കറങ്ങാൻ പോകുന്നു. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അടിച്ചു പൊളിച്ചു. കോട്ടയം ജില്ല കേരള സ്റ്റേറ്റ് എക്സ്പ്രസ് ലീഗിൻ്റെ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഇതെല്ലാം കൂടെ ഓടിക്കാൻ പറ്റാവുന്ന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോട്ടയത്തെ ഇപ്പം ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് കുമാരൻ എന്നാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. 18 മാറിലാണ് ഞാൻ സർവീസ് ചെയ്തത്. ട്രെയിനിങ് ചെയ്തത് 1984 84 ട്രെയിനിങ് ചെയ്തത്. എൻ്റെ ട്രെയിനിങ് ചെയ്തപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് മോനച്ചൻ, എൻ്റെ പ്ലാറ്റൂൺ 29 പാർട്ടിലെ മോനച്ചനാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാം ഒത്തുകൂടിയത് പുന്നമട ജെട്ടിയിലായിരുന്നു. ഞാൻ വന്നിട്ട് എല്ലാവരും ഇതിൽ ചിലവരില്ലായിരുന്നു. ബാക്കി കുറെ പേരുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു, സംസാരിച്ചു, തിരിച്ചു പോയി. എനിക്ക് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മോള് ചെന്നൈയിൽ ഒരു IT കമ്പനിയിലാണ്, ഇളയാള് എറണാകുളത്ത് ഒരു IT കമ്പനിയിലാണ്. എന്റെ ഭാര്യ ഈ ഇരിക്കുന്നു, ബിന്ദു. പിന്നെ നമ്മുടെ വിൻസെന്റ് സാറിന്റെ മോൻ എന്റെ കമ്പനിയിലാണ് ട്രെയിനി ആയിട്ട് 1 വർഷം വർക്ക് ചെയ്തത്, ജിതിൻ വിജയൻ. അപ്പൊ സാർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ആലപ്പുഴയില് വൈഫും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിലവിൽ KSDP എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. ആദ്യകാല ഒരു പട്ടാളക്കാരനാണ്. മീനില്ലാതെ എന്റെ കൂടെ ഉണ്ടായിരുന്ന 3-4 പേരെ എന്നെ അറിയുന്നവരുണ്ട്, ബാക്കി ആരും എന്നെ അറിയില്ല. ഞാൻ 70 കയറി 88 ഇറങ്ങിയവരാണ്. അതിനുശേഷം പോയി വന്ന് പെൻഷൻ മേടിച്ചവരൊക്കെ We have already in the past produced records. സംഗീതം ചിപ്പത്തിയല്ലേ ഉല്ലാസപ്പൂക്കികൾ കണ്ണിലവളെ ഉന്മാദത്തേനകൾ ചുണ്ടിലവളെ സംഗീതം ചിപ്പത്തിയല്ലേ. என்னை தாராட்ட வருவாளோ, நெஞ்சில் பூமஞ்சம் தருவாளோ, தங்கம் தேராட்டம் வருவாளோ, இல்லையே மாற்றம் தருவாளோ, தத்தளிக்கும் மனமே தத்தை வருவாளோ, முட்டு இதழ் முத்தம் ஒன்று தருவாளோ, கொஞ்சம் போல சொல்லி கேட்கிறது என்னை தாராட்ட வருவாளோ, நெஞ்சில் பூமஞ்சம் தருவாளோ, தங்க தேராட்டம் வருவாளோ, இல்லையே மாற்றம் தருவாளோ.
എൻ്റെ പേര് സംഗീത് കോയപ്പാടെന്നാണ്. പാടിയ വിമൽ, അത് വരുന്നു സനു, ആർച്ച. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഈ ഒരു നിമിഷത്തെ ധന്യമാക്കാൻ വേണ്ടി ആർട്ടിസ്റ്റുകളായിട്ട് എത്തിക്കൊണ്ടത്. കവിത കൊട്ടത് അത് എഴുത നിലക്കയിൽ വാക്ക് മുട്ടത് കൺമണി കണ്ടോട് കാലം ഞാൻ എഴുതും കടിതമേ പൊന്മണി പൊൻവീട്ടിൽ സൗഖ്യമാണിങ്ങെ സൗഖ്യമേ പൊന്നെ എണ്ണി പാക്കയിൽ കവിത കൊട്ടത് അത് എഴുത നിലക്കയിൽ വാക്ക് മുട്ടത് കായമെങ്കും തന്നാലെ മാറിപ്പോന മായമില്ല പൊന്മാനെ പൊന്മാനെ എന്ന കായമാന പോതും എന്നേനെ താങ്ങിക്കൊള്ളും എന്നേനെ താങ്കാല് செந்தேனே எந்த காதல் என்னவென்று சொல்லாமல் எங்க அழுகி வந்தது சோகம் உன்னை பார்க்கும் என்றென்றும் போதும் வந்த அருகே நின்றது மனிதன் உணர்ந்து கொள்ள இது மனிதர்கானதல்ல அதையும் தாண்டி புனிதமானது அபிராமியே காலாட்டும் சுவாமியே நான் தானே தெரியுமா சிவகாமியே சிவகதியும் பாடியே அதுவும் உனக்கு புரியுமா சோலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலி லாலியே கண்மணி அன்போடு காதலும் நான் எழுதும் கடிதமே பொன்மணி பொன் வீட்டில் சௌக்கியமா நானிங்கே சௌக்கியமே നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമത്തെ കോരി മഞ്ഞളയിൽ മുങ്ങി തോന്നി കണ്ണിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമത്തെ കോരി കൽപ്പനകൾ താളമെടുത്തു കല്ലികാരം പൂതളിർത്തു കൽപ്പനകൾ താളമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ കഥയിൽ വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞളയിൽ മുങ്ങി തോട്ടി കണ്ണിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമക പോരേ
പിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവൻ കാലം കാത്തു വെച്ച രക്ഷകനെ സുഹാരകനെ ഞങ്ങൾക്കുന്നായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാട്ടെ മറക്കുന്നില്ലേ ഇരുട്ടി തെറ്റി പാടും രാജാവിക്ക് എല്ലാരും ഇവനെ തൊടുവാനെ എടുത്തിടും കരുത്ത് ഇവനെ പടച്ചു കൂട്ടാൻ പടവരും പത്തിൽ പത്ത് നില്ലും മിനാട്ടി അന്തത്തനി നാടൻ കുലവത്തിൽ മിനാട്ടി നില്ലും മിനാട്ടി അന്തത്തനി നാടൻ കുലവത്തിൽ മിനാട്ടി എൻ്റെ പേര് മണികണ്ഠൻ. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഒരു നല്ലൊരു സന്തോഷ വാർത്ത അറിയിക്കാനും നിങ്ങളതിലേക്ക് ക്ഷണിക്കാനുമാണ്. എൻ്റെ മോള് ഇപ്പോൾ MBA എല്ലാം കഴിഞ്ഞ് ജോലി ചെയ്യാണ്. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അടുത്ത ജനുവരി 10-ാം തീയതി അവളുടെ വിവാഹമാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു, കുടുംബസമേതം. കൈയടിച്ചുകൊണ്ട് വരാം, എല്ലാം പറയാം. എല്ലാവരും വരണം. വരുന്നവരെല്ലാം എൻ്റെ മൊബൈലിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നമ്മുടെ മഹർ ഗ്രൂപ്പിൻ്റെ ഇട്ടാൽ മതി. എന്ന് വരുന്നു, എപ്പോൾ വരുന്നു, അതനുസരിച്ച് നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്യാനാണ്. ജനുവരി 10 പാലക്കാട് മലമ്പുഴ 2026 അടുത്ത വർഷം ജനുവരി. ഇപ്പോഴത്തെ ജനുവരി കഴിഞ്ഞല്ലേ. അപ്പം ജനുവരി 9, 10 തീയതികളിലായിട്ട് 2 ദിവസമായിട്ട് നടത്തുന്നത്. നല്ലൊരു അവസരമാണ്. ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സാദരം ക്ഷണിച്ചോളുന്നു. എൻ്റെ പരിവാറിൻ്റെ സമ്മതത്തോടു കൂടി ഞാനത് പറഞ്ഞിട്ടാണ് ഇതിൽ വന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനതൊന്ന് വിട്ടുപോയായിരുന്നു. അവധവശാൽ വീണ്ടും ഞാനത് ആലോചിച്ചപ്പോൾ പറ്റില്ല, വീണ്ടും ജോയിൻ ചെയ്തു. മെയിൻ പർപ്പസ് ഈ വിവാഹത്തിലോട്ട് നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര പേര് വരുന്നോ വിത്ത് ഫാമിലി വരുന്നത് എന്നെ ഒന്ന് മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്പറിൽ അറിയിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള റിസപ്ഷനും അക്കോമഡേഷനും എല്ലാം അറേഞ്ച് ചെയ്യണം. എങ്ങനെയാണ്, കാരണം ദൂരമുണ്ട്. പാലക്കാട് നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും. അതനുസരിച്ച് നിങ്ങൾ തയ്യാറായി വരിക. നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യണം. ബാക്കി ഇതല്ലോ നിങ്ങൾ റിസപ്ഷൻ, ഭക്ഷണം അതെല്ലാം ഞങ്ങൾക്ക് തലേദിവസം തന്നെ തയ്യാറാക്കണമല്ലേ ഇപ്പോൾ വരുന്നുള്ളതനുസരിച്ച്. അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 28 വർഷം സർവീസ് ചെയ്തു. സുബേദാർ മേജർ ഓണറി ലഫ്റ്റനൻ്റായിട്ട് വന്നു. അല്ലാട്ടോ പറഞ്ഞ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ബോട്ട് നമുക്ക് നിർത്തി തന്നെ ചെറു ബോട്ടുകളിൽ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ ഇപ്പം യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു ചെറിയ ബോട്ടുകളിൽ 10-15 പേര്, ഒരാൾക്ക് 150 രൂപ അവർ പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ഇതിനുള്ളിൽ കൂടെ കയറി 1 മണിക്കൂർ യാത്ര ചെയ്ത് വരുന്നതിന്. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ ബോട്ട് നിർത്തി തരും. ആ ചെറു ബോട്ടുകാരെ വിളിക്കും. ഇതിൻ്റെ ഈ കായലിലെ സൗന്ദര്യം അടുത്ത് കാണുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം.
എൻ്റെ പേര് സാന്ത മുഹമ്മദ്, പാലക്കാട്. ഭാരമാറിൽ തുടങ്ങിയ സർവീസ്, അതിനുശേഷം കുറേ യൂണിറ്റുകളും എല്ലാം ബ്രിഗേഡ് ലീവെല്ലാം കഴിഞ്ഞ് 5 മാറിൽ നിന്ന് ഞാൻ റിട്ടയർഡായി. എൻ്റെ ഭാര്യ ഷൈറ ബാനു, മക്കള് ഫിർദൗസ്, മകൻ മോള് ഫർസാന. നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ 2 മാറിലും 5 മാറിലും സർവീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ റിട്ടയർഡായി. വീട് തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്തെ കട്ടപ്പനയാണ്. മോൻ ബിടെക്കിന് പഠിക്കുകയാണ്, മോള് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വർഗീസ്. ഞാൻ 17 മാറിലാണ് ജോയിൻ ചെയ്തത്. 17 മാറിൽ നിന്ന് തന്നെ റിട്ടയർഡായി. എനിക്ക് 2 മക്കളുണ്ട്, വൈഫുണ്ട്, വൈഫ് വന്നിട്ടുണ്ട്. മോള് ദുബായിൽ നേഴ്സാണ്, മോൻ നമ്മുടെ ഓയിൽ റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്നു. ബാക്കി ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ചേരുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമുക്ക് അടിച്ചുപൊളിച്ച് പോകാം. വിജയൻ പിള്ള, 90 ട്രെയിനിങ് ചെയ്തു. 21 വർഷത്തെ സർവീസ് കഴിഞ്ഞ് 2010 ഡിസ്ചാർജായി. വൈഫ് വന്നിട്ടുണ്ട്. എനിക്ക് ഒരു മകള്, ഇപ്പോൾ BEd കംപ്ലീറ്റ് ചെയ്യുന്നു. അത് ഇപ്പം കഴിഞ്ഞ കാലം എനിക്കും വരാൻ പറ്റിയില്ല. ഇപ്പോൾ എല്ലാവരും കാണണം എന്നുള്ളതുകൊണ്ട് വന്നതാണ്. എല്ലാവർക്കും നന്ദി. ആയിരം
ഞാനും കേട്ടേ ഞാനും കണ്ടേ എന്നെ ഈ ഒരു പ്രോഗ്രാമിനാണ് സെലക്ട് ചെയ്യുകയും ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ സാറാണ് രാധാകൃഷ്ണൻ സാറാണ് എൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞായിരുന്നു സാർ ഈ പാട്ട് ശ്യാമ പാടിയാൽ ഞങ്ങൾ എല്ലാവരും വെരി ഹാപ്പി. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ മാക്സിമം ശ്രമിക്കാം, മാക്സിമം പാടാൻ നോക്കാം. അപ്പം സാറിന് വേണ്ടി ഞാനിപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നമ്മുടെ എല്ലാ പട്ടാളക്കാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഒരു വെടിവെട്ടിക്ക് എല്ലാവർക്കും अकेली रातों ने अंधेरी बातों ने तरसती बातों ने और तू चाहे तरसी निगाहों ने ये घर कब आओगे, ये घर कब आओगे, ये घर कब आओगे।
घर घबराओगे, घर घबराओगे, घबराओगे, कि तुम बिना सोना सोना है। മൊബൈലിൽ കാണിച്ചാൽ പോരാ, കയ്യിലെടുത്ത് കാണിക്കാൻ ഇപ്പോൾ സമ്മാനം. നമ്മള് ഭാവിയിൽ ഒരു സ്മരിക്കേണ്ട ഇത് വെളിയിൽ കാണിച്ചാൽ നേരത്തെ സാറ് പറഞ്ഞതൊക്കെ മിക്കവാറും അകത്താവും. എന്തുകൊണ്ട് സൂക്ഷിച്ചു എന്നുള്ളത് പഴയ ഓർമ്മ ഉണ്ടാ. പഴയ ഓർമ്മകൾ സ്വന്തം പേഴ്സിൽ സൂക്ഷിക്കുക. ഈ ഹൃദയത്തിൽ ഒത്തിരി ഓർമ്മകളുണ്ട്. കയ്യിൽ വിട്. എന്തെങ്കിലും രണ്ട് എന്തോളാ രണ്ട് വാക്ക് ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ ഒരു സമ്മാന പദ്ധതി ഇവിടെ ആദ്യം കുറിക്കണം. അത് എപ്പോഴും Hey!
കൊടിയുണ്ടേ വാസിപ്പുകളുണ്ടേ ശിരോമണി തങ്കയേ ഇല്ലാതെ വെങ്കടേശ സംഭ്രങ്ങളവധി വമ്പേറ്റു പാവനമുത്തി
മുഖപടത്തെല്ലുരുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാ കുടഞ്ഞ മെല്ലെ മെല്ലെ മുഖപടത്തെല്ലുരുക്കി കൊല്ലത്തിന്റെ രുചി അനുഭവിച്ചറിഞ്ഞു. വളരെ സന്തോഷമായി വളരെ സന്തോഷമായിട്ട് ഇത്രയും ഇടയ്ക്ക് ചൂട് അനുഭവിച്ചെങ്കിലും ഇപ്പം നല്ല സുഖമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചുരുങ്ങിയ സമയമുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഇനി ആരെങ്കിലും പരിചയപ്പെടുത്താനോ പെടാനോ ഉണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ പാട്ടിൻ്റെ കളരി നടക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എൻ്റെ കുടുംബക്കാരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ വൈഫ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല. അത് എൻ്റെ വൈഫിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ജോലി ഇങ്ങോട്ട് മുമ്പോട്ട് വന്നേ. എനിക്ക് 2 ആൺമക്കളാണ്, രണ്ടുപേരും ഹാപ്പിയാണ്. മൂത്താളുടെ റീസെൻ്റ്ലി വിവാഹം കഴിഞ്ഞു. നിങ്ങളാരും വന്നില്ല, വന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും വന്നില്ല എന്ന് പറയാൻ ഒക്കില്ല. അവൻ സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്, എംടെക് കഴിഞ്ഞിട്ട്. മരുമകള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇളയ മകൻ ബിടെക് കഴിഞ്ഞിട്ട് എംടെക്കിലേക്കുള്ള പ്രവേശനത്തിന് ശ്രമിക്കുകയാണ്. അവൻ 2 SSB ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ കോൺഫറൻസ് ഔട്ടായിപ്പോയി. ദാറ്റ് ഈസ് ലക്ക്. ഓരോരുത്തരുടെ ലക്ക്, അവരുടെ ജീവിതം. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ലക്ക് എൻ്റെ വൈഫ് തന്നെയാണ്. അവളുടെ അധ്വാനവും അവൾക്ക് ഇന്ന് വരെ അവളുടെ ഏറ്റവും സീക്രട്ടായ ഒരു കാര്യമാണ്, അവൾക്ക് ഇന്ന് വരെ അവളുടെ ATM കാർഡ് വെച്ച് പൈസ എടുക്കാൻ അവൾക്കറിയില്ല. അവളുടെ HM-ആണ്. 19,000-ൽ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നതാണ്. അതെല്ലാം ഞാനാണ് എടുക്കുന്നത്. പക്ഷെ അവൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, മൈ ഹസ്ബൻഡ് ഈസ് റൈറ്റ് മാൻ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ അവളെ പ്രദർശിപ്പിച്ചത്. താങ്ക് യു. അവൾ ഗവൺമെൻറ് സ്കൂളിലെ LP സ്കൂളിലെ HM-ആണ്. ഞാൻ അവളിലേക്ക് കൊടുക്കാൻ 2 സെൻസ് അവൾ കഴിഞ്ഞ ആദ്യത്തെ ഉണർവ്, അതായത് മഹാറെജിമെന്റിന്റെ ആദ്യത്തെ കുടുംബസംഗമം, വളരെ ആഗ്രഹമുണ്ടായിരുന്നു, വരാൻ സാധിച്ചില്ല. ആ സമയം ഞാൻ എൻ്റെ ഒരു സർജറി കഴിഞ്ഞ് ഒരു 1-2 ആഴ്ച ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കും വരാനായിട്ട് ഒരു താല്പര്യവും ഉണ്ടായില്ല, ഞാനില്ലാഞ്ഞത് കാരണം എനിക്ക് അന്ന് പരസഹായം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാനായിട്ട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഞാൻ വളരെ നിർബന്ധപൂർവം, കാരണം കൂട്ടുകാരെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ എക്സ് സർവീസ്മെൻ, അവരുടെ ഒരു കൂട്ടായ്മ. അവർക്ക് എത്ര പറഞ്ഞാലും അവരുടെ സർവീസ് കാലത്തെക്കുറിച്ചും സർവീസ് കാലത്തെ കൂട്ടുകാരെ കുറിച്ചുമൊക്കെ എത്ര തന്നെ വിളമ്പിയാലും മതിയാകാത്തവരാണ് അവര്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും പോകാതിരിക്കരുത്, എൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് ഈ ഒരു സന്തോഷകരമായ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ നിർബന്ധപൂർവം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കെടുത്തത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നമുക്കറിയാലോ, വിവാഹത്തിന് മുമ്പ് പട്ടാളക്കാരെന്നൊക്കെ പറയുമ്പോൾ വളരെ പേടിയുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. 30-31 വർഷമായി ഇപ്പോൾ. അപ്പോൾ
ഇത്രയും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുണ്ട്, ജോളിയുടെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു എന്താണ് പട്ടാളക്കാരനാണെന്ന് അന്ന് കണ്ടാലും പറയില്ല, അത്തരത്തിലുള്ള ഒരു സ്വഭാവവുമല്ല എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതായത് ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹം എനിക്കും ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഈ സമയം വരെയും മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രത്തോളം ഒരു പക്ഷേ എൻ്റെ ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ട് ആയാലും എത്തിക്കുവാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് എൻ്റെ അസുഖബാധിതമായിട്ടുള്ള സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമായിരിക്കില്ല അതെന്ന് തന്നെ ഞാൻ കരുതുന്നു. അത്രയും എന്നെ കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്തരത്തിൽ നല്ലൊരു ജീവിതവും ജീവിത പങ്കാളിയെയും തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാണ്. ഈ കൂട്ടായ്മയിൽ ഈ വർഷം പങ്കെടുക്കുന്നതിന് സാധിച്ചതിനും നിങ്ങളെ എല്ലാവരെയും കാണുന്നതിനും സാധിച്ചതിൽ ഉള്ള സന്തോഷം ഈ സമയം പങ്കുവയ്ക്കുകയാണ്. വെള്ളം അടിച്ച് മത്താകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, വിൻസെന്റ് നീ ബൈബിൾ എടുത്ത് വായിക്കുന്നു. കാര്യം ഞാൻ വെള്ളം അടിക്കൂല. അപ്പോൾ ഞാൻ സാറ് സമാധാനം പറയാം, സാറ് ബൈബിൾ വായിക്കണം. നമ്മൾ അവർ ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു അവസരം ഉണ്ടാക്കരുത് എന്നൊക്കെ സാറിന് ഒത്തിരി ഞാൻ അഡ്വൈസ് ചെയ്യും. പുള്ളി അങ്ങ് വെള്ളം അടിച്ച് തീരം പോകണ്ടല്ലോ, എല്ലാം ഒന്ന് അത് വെള്ളം അടിച്ച് തീരുന്നത് എപ്പോഴാണ്? വെള്ളം അടിച്ച് തീർന്നു കഴിഞ്ഞാൽ നേരെ പോകും അർജുനനെ ചീത്ത വിളിക്കാൻ. അർജുനനെ വിളിക്കും, സിയെ വിളിക്കും, 2IC വിളിക്കും. അദ്ദേഹം എല്ലാവരെയും തെറി വിളിക്കും. പക്ഷെ ഒരുത്തരും റെസ്പോണ്ട് ചെയ്യില്ല. കാര്യം അത്ര ആംബിയറുള്ള ഒരു ക്ലർക്കായിരുന്നു. നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി സാറ്. ഈ അവസരത്തിൽ സാറിൻ്റെ വൈഫിനെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പറയുന്നു. ചേച്ചിയെ ഞാൻ കാണുന്നത് തന്നെ കഴിഞ്ഞ സംഗമത്ത് വന്നതാണ്. ചേച്ചീൻ്റെ ഹിസ്റ്ററി എല്ലാം ജോൺ സാറിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ചേച്ചിയുടെ അടുത്ത് ജോൺ സാറിൻ്റെ ആ ബഹുമാനത്തോടെയാണ് ഞാൻ ഇന്നും ചേച്ചിയെ കാണുന്നത്. ചേച്ചി 2 വാക്ക് പറയും, അത് കഴിഞ്ഞ് ഏലിയാസ് വന്നേക്കണം. ഞാൻ അനൗൺസ് ചെയ്യില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുസമ്മ ജോൺ. ഞാൻ ഭാര്യയാണ്. സാറിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ 31 വർഷമായി വിട്ട് പിരിഞ്ഞു പോയിട്ട്. എനിക്ക് 2 മക്കളാണ്. ബൈജു ജോണും ഷൈജു ജോണും 2 പേരെ ഞാൻ ആർമിയിൽ കയറ്റി വിട്ടു. 2 പേരും ഒരാളെന്ന് പെൻഷനായി നാട്ടിൽ വന്ന് ഇവിടെ LIC ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റേ ഇളയാള് മഹാറെജിമെന്റില് ജമ്മു കാശ്മീരിൽ 3 മദ്രാസിലെ ജമ്മുവിൽ ജോലി ചെയ്യുന്നു. ഞാൻ വീട്ടിലിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളും വിവാഹിതരായി. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. ഇന്നും എൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്നു. ഇതൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് 31 വർഷം കഴിഞ്ഞു. 34ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ഈ ഒരു സംഗമത്തിൽ എനിക്കൊന്ന് പങ്കുചേരുവാനും എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണുവാനും ഒന്ന് സന്തോഷിക്കുവാനും തന്ന ദൈവം തന്നെ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. 1984 ഞാൻ എൻറോൾമെന്റ് ആയത്. 1984 എൻറോൾമെന്റ് ആയ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നെക്കാൾ സീനിയറായിട്ട് തങ്കപ്പ സാറ്, പിന്നെ കുട്ടി സാറ്, കൃഷ്ണപിള്ള സാറ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെക്കാളും ഒത്തിരി സീനിയറാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മീഡിയാസ് ഇല്ല. ഒരു സിനിമ മലയാളത്തിൽ കേൾക്കാൻ ഒക്കില്ല, മലയാള വർത്തമാനം കേൾക്കാൻ ഒക്കില്ല. ആ ഐശ്വര്യത്തിൻ്റെ സമയത്ത്, ആ ഒരു കഷ്ടതയുടെ സമയത്ത്, ഒരു നേരത്തെ വെള്ളത്തിന് നിവൃത്തിയില്ലാത്ത സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റുപിടിച്ചതാണ് നമ്മുടെ മാധവൻ സാറിൻ്റെ വൈഫ്. മാധവൻ സാറിന് ഞാൻ സെക്കൻഡ് ചാൻസേ കൊടുക്കുകയുള്ളൂ. കാരണം അത്രയും സ്നേഹമുള്ള ഒരു ചേച്ചി. ഇന്നും ഞാൻ ഒരു ഇഡ്ഡലിയിൽ നിന്ന് ഒരു ഇഡ്ഡലി എടുത്ത് കഴിക്കുമ്പോൾ ചേച്ചിയെ ഓർക്കാത്ത ദിവസമില്ല. ചേച്ചി 2 വാക്കും പറയണം. അതുകൊണ്ട് അത് കഴിഞ്ഞ് മാധവൻ സാറ്, അത് കഴിഞ്ഞിട്ട് ഏലിയാസ് സാറ്. താങ്ക് യു സാർ. പക്ഷെ പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാലും അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ആദരിക്കേണ്ട കർത്തവ്യം നമ്മളെ ഓരോ വ്യക്തികളുടെയും കടമയാണ്, കർത്തവ്യമാണ്. മഹാറെജിമെന്റിന്റെ കർത്തവ്യമാണ്. ജയ് മഹാ. ഉണർവ് 2024 കഴിഞ്ഞ് 2025 പ്രവേശിക്കുമ്പോഴും നിങ്ങളെല്ലാം കാണാനും നിങ്ങളുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പട്ടാളക്കാരനല്ലെങ്കിലും സെൻട്രൽ
പി ആയിട്ട് സിവിലിയൻ ക്ലർക്കായിരുന്നു. 2014 റിട്ടയറായി. ഇപ്പോഴും നിങ്ങളൊക്കെ എന്നെ ഓർമ്മിക്കുന്നതും എന്നെ ഇതിനെല്ലാം വിളിക്കുന്ന കാര്യവും ആലോചിക്കുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവാനാണ്. മഹാറെജിമെന്റിൽ ഞാൻ മഹാറെജിമെന്റ് 24 വർഷം സർവീസ് ചെയ്ത് പെൻഷനായ ആളാണ്. ഞാൻ 18 മഹാറിലാണ് ആദ്യം ചെന്നത്. ലാസ്റ്റ് പിരിഞ്ഞ് പോകുന്ന സമയത്ത് വരേക്കും ഏതാണ്ട് പരേഡിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് ബാറ്റിൽ കാഷ്വാലിറ്റിയായി 77 ഡിസബിലിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് പല യൂണിറ്റിലും ഫീൽഡിൽ പോകാതെ പീസിലേക്ക് തന്നെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ 3-4 യൂണിറ്റ് തെറ്റിദ്ധരം മാറണമല്ലോ 5-6 മാസങ്ങളുടെ ഇടപെട്ട്. അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ ഭാര്യ ജെയിനി, പ്രിയപ്പെട്ട ഭാര്യ. എൻ്റെ കൈ മുറിഞ്ഞ് 6 മാസക്കാലത്ത് ഈ വെള്ളം കുടിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൈയായും എൻ്റെ എല്ലാം ചെയ്തു തന്നിരുന്നൊരു ഭാര്യ. ഞാൻ പിന്നെ എന്താ പറയുക, എൻ്റെ എല്ലാം മരണമായിരുന്നു ഭാര്യ. ഞാൻ അതിൽക്കൂടെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം, ഹൃദയത്തിൻ്റെ ഭാഗം. പിന്നെ എൻ്റെ മൂത്തമാൻ, അവന് ഭയം. ഇത് മോന്. ഇവിടെ HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഇളയാളാണ് ഇപ്പോൾ കാനഡയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മരുഭൂമിയിലെ തുരുത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മാധവൻ സാറ്, അതുപോലെ കുറേ സാറുമാരുണ്ടാവും, കുറുപ്പ് സാറ്, മത്തായി സാറ്, ഞങ്ങളെ അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത സാറന്മാരുണ്ട്. ആദ്യം ഒന്നാമത് ശരിക്കും ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. ഈ മലയാളം പഠിച്ച് ഈ ടുട്ടാപ്പുട്ട ഹിന്ദി എന്ന് പറയില്ലേ, ആ രീതിയിൽ നമ്മൾ ചെന്ന ആൾക്കാരാണ്. അവരെ ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അവധി കിട്ടുന്ന ദിവസം ഞങ്ങൾക്കൊരു തുരുത്തായിരുന്നു അവരൊക്കെ. എന്തെങ്കിലും ആവശ്യത്തിന് ഒരു മലയാളത്തിലൊരു എന്തെങ്കിലും നമ്മുടെ കേരളീയർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അന്ന് ഇവരൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ആശ്രയം. എന്താ പറയണ്ടു, കുറുപ്പ് സാറുണ്ടായിരുന്നെന്ന്. എല്ലാവരെയും എനിക്ക് ഓർമ്മയില്ല, എങ്കിലും കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ 24 വർഷം സർവീസ് ചെയ്ത് പിരിഞ്ഞു. ഇപ്പോൾ കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കഴിയുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. തോമസ് കുട്ടി സാറ് നല്ല ഉറക്കത്തിലാണ്. പിന്നെ കൃഷ്ണപിള്ള സാറ്, അയ്യപ്പ തങ്കപ്പ സാറ്, ഇവരൊക്കെ നമ്മള് ഗുരുഭൂതന്മാരാണ്. പക്ഷെ എല്ലാവരെയും കളക്ട് ചെയ്ത് സംസാരിക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ല. പക്ഷെ ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഉണർവ് 26-നെ കുറിച്ച് അല്പം ഡിസ്കസ്. ആ ചർച്ച കഴിഞ്ഞിട്ട് തോമസ് സാറിന് സംസാരിക്കണം. അതിന് ഞാൻ അവസരം തരാം. പക്ഷേ അടുത്ത ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർവ് 26-നെ കുറിച്ച് ഷിജു സാറ്, നമ്മുടെ രാധാകൃഷ്ണൻ സാറ് ഇവർ മുന്നോട്ട് വരണം. നമ്മൾ ഈ ഡിസ്കഷന് ശേഷം അടുത്ത കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മൾ 2 തവണയായി, വെള്ളത്തിൽ തന്നെയാണ് 2 തവണയായിട്ടും. ഇനി അല്പം കരയിലേക്ക് നീങ്ങാമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം തോന്നുന്നു. ഇനി കുറച്ച് കരയിലൂടെ നടക്കാം, കുറേ തുഴഞ്ഞില്ല. അപ്പോൾ മലബാർ ഭാഗത്തേക്ക് അടുത്ത 2026 ഉണർവ് തന്നെ പേരാക്കണമെന്നില്ല, മലബാറൊക്കെ ആകുമ്പോൾ ബിരിയാണി എന്നോ അങ്ങനെയൊക്കെ വെക്കാം, മന്തി, അൽഫാം. അപ്പോൾ അങ്ങനത്തെ
നമ്മുടെ പ്രോഗ്രാം അങ്ങോട്ട് മാറ്റിയാൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അവസരം തരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കുവാനുള്ളത്, റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്തു നോക്കണം. വലിയ കാഴ്ചകളോ ഇങ്ങനത്തെ തുരുത്തുകളൊന്നുമില്ല, കാര്യമായിട്ട് ഭക്ഷണമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിപുലമായ ശേഖരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അതിൽ നല്ല കോൺഫിഡൻസ് ആണ്. പിന്നെ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാം. എന്തായാലും നിലമ്പൂർ ഭാഗമാണ് ഞാൻ വിചാരിക്കുന്നത്. നിലമ്പൂരിലേക്ക് ആകുമ്പോൾ എല്ലാവർക്കും ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിൻ, ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തിയല്ലേ. അപ്പോൾ അത്രയും ദൂരം അങ്ങോട്ടും യാത്ര ചെയ്യാം നിലമ്പൂരിലേക്ക് കേട്ടോ. അവിടെ വെച്ചാകുമ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും. രാജറാണി എക്സ്പ്രസ് ഉണ്ട്, അത് നിലമ്പൂർ വരെയാണ്, ട്രിവാൻഡ്രം ടു നിലമ്പൂർ. കൊല്ലം ജംഗ്ഷനിൽ 10 മണിക്കാണ്. ഊട്ടി അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് 100 കിലോമീറ്റർ. വേണമെങ്കിൽ നമ്മൾ ട്രിപ്പ് അങ്ങോട്ടും മാറ്റാം കേട്ടോ. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ മൂഡാണ്, വൈബാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമിൽ 100-ലധികം ആൾക്കാരുണ്ടായിരുന്നു. വളരെ സജീവമായ, വളരെ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ നടന്ന ഒരു പ്രോഗ്രാം. ഇത് നടന്നില്ല എന്നല്ല പറഞ്ഞു, പക്ഷെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. അപ്പോൾ നമുക്കതിനെ അടുത്തതിൽ കംപ്ലീറ്റായി നമ്മുടെ മഹാറിൻ്റെ ടീമിനെ മുഴുവൻ ഇറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ സീനിയേഴ്സായ ചില ആൾക്കാരുടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥാനീയരായ ആൾക്കാരുടെ ഒരു ചില സജഷൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഡിസ്ട്രിക്ട് ബേസ് മെമ്പേഴ്സ് ആക്കിയിട്ട്, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും സൂട്ടബിളായ ഒരാളെ ഒരു മെമ്പർ പോലെ വെച്ചിട്ട് ഒരു സ്റ്റേറ്റ് ലെവൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ സ്റ്റേറ്റിലെ മഹാർ സോൾജേഴ്സിനെ അവർ കണ്ടുപിടിക്കുകയും അതുവഴി മാക്സിമം ജനങ്ങളിലേക്ക്, നമ്മുടെ സോൾജേഴ്സിലേക്ക് അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്താൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു മാർഗരേഖയാവും. അതനുസരിച്ച് നമുക്ക് കൂടുതൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയും എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ എല്ലാവരെയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാരിൽ എത്തണം. നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. വർഷത്തിൽ ഒരു ദിവസം 364 ദിവസവും വീടുകളിലും മറ്റു ജോലികളിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു ദിവസം നമ്മുടെ റെജിമെൻറ്റിന് വേണ്ടി, നമ്മുടെ ചോറിന് വേണ്ടി, നമ്മുടെ എല്ലാത്തിനും വേണ്ടി, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ അഭിമാനം, നമ്മുടെ എല്ലാം, അതിനുവേണ്ടി ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അതിനൊപ്പം നടക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരിക്കും. ആ ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാരെ നമ്മൾ കൂട്ടിച്ചേർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ബാക്കി രാധാകൃഷ്ണൻ സാറ് സംസാരിക്കും. എന്താണ് സാറിൻ്റെ സജഷൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയണം, അങ്ങനെ പറഞ്ഞിട്ട് പറയാനുള്ളത് അങ്ങനെ പറയണമെന്നല്ലേ പറയാം. അപ്പോൾ മലബാറിലേക്ക് ആക്കാം എന്നുള്ളതിന് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് അല്ലേ ബാലേട്ടാ? ഡേ-നൈറ്റ് ആക്കേണ്ടി വരും. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ തീരില്ല അവിടെ കേട്ടോ. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ക്ഷീണിക്കും. ഒന്ന് പകലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ യാത്രകളൊക്കെ നടത്തി ഈവനിങ് നമുക്കൊരു റിസോർട്ടിൽ കൂടിയിട്ട് അവിടെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നടത്തി രാവിലെ പിരിയുന്ന തരത്തിൽ നമുക്ക് ആക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ക്ഷണിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ വിജയത്തിലെത്തിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ഇനി എൻ്റെ മീശയൊക്കെ തലയൊക്കെ വെളുത്തു, നമ്മളൊക്കെ കുറച്ച് കാലമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം നമ്മുടെ തലമുറ കാണണം. നമ്മുടെ ആ കൂട്ടായ്മ, ഇന്നത്തെ ഫേസ്ബുക്കും പിന്നെ മീഡിയാസും അല്ല നമ്മുടെ ജീവിതം. നമ്മളൊക്കെ അത്രയും ത്യാഗം സഹിച്ചവരാണ് പഴയ ആൾക്കാർ. തീർച്ചയായിട്ടും അതിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരേ ഒരു വഴിയാണ് ദിസ് ഈസ് ദ ഗെറ്റ് ടുഗദർ. കൂടെ നമുക്കത് മാറ്റിയെടുക്കാം. നമുക്കൊരു കൂടിക്കാഴ്ച. അതെ, അപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് മലബാർ സൈഡിൽ എന്തായാലും അതൊരു തീരുമാനത്തിലെത്തിക്കണം. എല്ലാവരും സഹകരിക്കണം. പിന്നെ പകുതി പേര് ഞാൻ വരണില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനും പറയാൻ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. പിന്നെ അടുത്ത പിന്നെ രാധാകൃഷ്ണൻ സാറും ശശി സാറും ഒക്കെ ഇതിലേക്ക് പിന്നെ മൊബൈലിലേക്ക് ഇടും മെസ്സേജ്. അതെല്ലാവരും കൂടെ സഹകരിക്കുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. തോമസ് സാറിന് എന്തോ പറയണോ? അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് ഷിജു സാറ്, പിന്നെ രാധാകൃഷ്ണൻ, കുറേ പേരുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ ഇത്രയും വലിയ പരിപാടി നടത്തുന്നു. അത് നമുക്ക് മഹാർ റെജിമെൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്.
ഒരു ഷൈൻ ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഇവരാരും. മറ്റുള്ളിടത്തൊക്കെ എല്ലാവരും ഷൈൻ ചെയ്യണം, ഞാൻ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഇവിടെ ഇതൊന്നും ഉണ്ടായില്ല, ആരും ഇല്ല. ഞാൻ പല പ്രാവശ്യം ശ്രീജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശ്രീജു സാറ് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് ശ്രീജു സാറിപ്പോൾ അങ്ങനെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോരാ. കഴിഞ്ഞ പ്രാവശ്യം 100 ചില്ലുവാൻ പേര് ഈ സംഭവത്തിൽ ഇടപെട്ടവരാണ്. ഇന്നിപ്പോൾ 52 പേര്. എത്ര സാറേ? 52 പേരേ ഉള്ളൂ. അത് നമുക്ക് താഴോട്ട് പോകാൻ പാടില്ല. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് മാർഗം? അപ്പം ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം ചെയ്യും, ഡിസ്ട്രിക്ട് ബേസിൽ എണ്ണ എടുത്തിട്ട് നമുക്ക് അവർക്ക് ആരെങ്കിലും ഒരാളെ നിയുക്തി ചെയ്തിട്ട് അവരിൽ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ഇത്രയും പേര് അങ്ങോട്ട് പോകണം. ഇപ്പം ഇത്രയും പേര് എവിടെ നിന്ന് വന്ന് നിലമ്പൂരിൽ നിന്ന് വന്നവരെവിടെ? കൊല്ലത്ത്. നമ്മുടെ ഈ കൊല്ലംകാരോ കോട്ടയക്കാരോ അങ്ങ് പോവോ? വരുമ്പോൾ വിധം മാറും. ഈ കൊട്ടാരക്കാരായി ഈ കൊല്ലം ജില്ലയിൽ താമസിക്കുന്നവർ പോലും, കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ടെന്നറിയോ? വന്നിട്ടില്ല. അപ്പം 5 കിലോമീറ്ററിനകത്തുള്ള ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഷെയ്ഖ് സാർ ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരിവിടെ യോജിപ്പിക്കാനെങ്കിലും സാധിച്ചത്. കൊല്ലം ജില്ലയിൽ കൊണ്ടുവന്ന ആരാ? നിലമ്പൂരുകാരനാണ്, മഞ്ചേരിക്കാരനെ പറ്റിയാണ്, മലപ്പുറം അല്ലേ സാറേ? അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അടുത്തത് വെച്ചാൽ ഡിസ്ട്രിക്ട് ബേസിൽ നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിച്ച് ആരെങ്കിലും ഉത്തരവാദിത്തം നമ്മൾ ഇത്ര ആൾക്കാരെ ഞാനും ഒരു ജില്ലാ സെക്രട്ടറി ആയതിൻ്റെ പുറത്ത് ഇങ്ങനെ പറയുന്നുണ്ടോ? അതിപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ജില്ലാ ബേസിൽ ആൾക്കാരെ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തം കൊടുക്കുക. എത്ര പേര് വരും നിങ്ങളെ കൊണ്ട് എത്ര പേര് കുടിക്കാൻ പറ്റും? ഈ CPM-ൻ്റെയും അല്ലെ മറ്റു കോൺഗ്രസ്സുകാരുടെ എല്ലാവരുടെയും പരിപാടികൾ നടത്തുമ്പോഴത്തേക്കൊക്കെ എല്ലാവരും വിളിച്ച് നോക്കുമ്പോഴത്തേക്കൊക്കെ ഇവരെയൊക്കെ പറയുന്നത് എത്ര പേര് വരുന്നു. അവരുടെ സംവിധാനം അവർ ചെയ്യട്ടെ, ഡിസ്ട്രിക്ട് വൈസ് ചെയ്യട്ടെ. ട്രാവലറെ വരട്ടെ, ട്രെയിനെ വരട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അവർ ജീപ്പ് എടുത്ത് വരും, എന്തെങ്കിലും വരട്ടെ. ഇത്ര ആൾക്കാരവിടെ വരണം, അത് നമ്മൾ ഓർഡർ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കണം. അത് ഞാൻ ഷെയ്ഖ് സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഞാനൊന്നും അല്ല, കാരണം വെച്ചാൽ ഇത് രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. നമ്മുടെ ഷെയ്ഖ് സാറും ബാലൻ സാറും ആരാണ്ടൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നില്ല കേട്ടോ. ഞാൻ ഓർത്തിരുന്ന ഒത്തിരി വലിയ സീനിയേഴ്സും ഒത്തിരി വലിയ ആൾക്കാരായിരിക്കും ഇതൊക്കെ ഓർത്ത് ഞാൻ വന്നൊന്നുമില്ല, മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വന്നം തോന്നി. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഏറ്റവും വരുന്നത് എനിക്ക് തോന്നി പിള്ളസാറുമായിട്ട് സംസാരിച്ചു, കേക്ക് മുറിച്ച് പിള്ളസാറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാനുണ്ടായിരുന്ന ആളാണ്. അപ്പം ഇവരൊക്കെ നമ്മുടെ പിള്ളേരല്ല, അവർ ഇത്രയും ഊർജിതമായിട്ട് ഇടപെടുമ്പോഴത്തേക്ക്, ഇത്രയും ഊർജിതമായിട്ട് ഇത്രയും വലിയ സംവിധാനം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. ആ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടുപിടിച്ച് ഓരോ നേതൃത്വത്തിന് ഇടപെടുത്തിക്കൊണ്ട് ഈ സാറിനോട് റിക്വസ്റ്റ് ആവണം, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേരുണ്ട്. തോമസ് കുട്ടി സാറ് നല്ല ഉറക്കത്തില്ല. അദ്ദേഹം നമുക്ക് ആൻസസ് പിന്നെ നമ്മുടെ ഗുരുഭൂതന്മാരെ നമ്മൾ ആദരിച്ചേ പറ്റും. ഓക്കെ, അടുത്ത പ്രോഗ്രാമിലേക്ക് ബാലൻ സാറിലേക്ക് കൈമാറുന്നു.
നിങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ നേരുന്നു. അടുത്ത വർഷത്തെ ഉണർവിൻ്റെ 26-ലുള്ള ഇത് നമുക്ക് മലപ്പുറത്ത് വെച്ച് കാണാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് പിരിയാവാണ്. നിങ്ങളേവരും ഈ വന്നവരും ഇനി നമ്മളുടെ എക്സർസൈസ് പോകാനായിട്ട് വന്നിട്ടുള്ളവരും വരുവാനിരിക്കുന്നവരും എല്ലാവരെയും കൂടി ഒന്നിച്ചേകോൽപ്പിച്ച് നമ്മൾക്ക് മലപ്പുറത്ത് വെച്ച് കാണാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചെയ്യും. പക്ഷെ നമ്മളറിയുന്ന ആൾക്കാരെ നമുക്ക് വിവരം പറഞ്ഞ് അവരെ ധരിപ്പിച്ച് അവരെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഈ വന്ന ആൾക്കാർ മറ്റേതിപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞോളണമെന്നില്ല. അപ്പം നമ്മൾ ഈ വന്ന ആൾക്കാരും അറിയുന്ന ആൾക്കാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കഴിയണം പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംഗസംഖ്യ കൂട്ടാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വരയോട് എടുക്കുന്ന സമയമാണ്. നമ്മൾക്ക് ഇനി തീരുമാനമെടുക്കേണ്ട സമയം എത്രയും ഷോർട്ട് നോട്ടീസാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സിനിയം കൃഷ്ണൻ സാറ്, പിന്നെ അതുപോലെ തങ്കപ്പ സാറ് 1-2 വാക്കുകൾ പറഞ്ഞ് എല്ലാവരുടെയും ക്രോഡീകരിക്കണം. അടുത്ത പ്രോഗ്രാമിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് സാർ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നീ പൊന്നപ്പനല്ലട തങ്കപ്പ. ആ തങ്കപ്പനാണ് ഞാൻ. അപ്പോൾ എൻ്റെ പേരറിയാൻ ചുരുക്കം പേര് ഇവിടെ ഉള്ളൂ. കാര്യം എല്ലാം പുതുമുഖങ്ങൾ. ഞാനും ഇതുപോലെ തന്നെ 71-ൽ ആർമി കയറി. കേണൽ ബക്ഷി സാബായിരുന്നു അന്ന് കമാൻഡൻറ്റ്. കേണൽ ബ്രിഗേഡറൊക്കെ പിന്നെ അതിന് ശേഷമായി. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം സെൻട്രയിൽ തന്നെ ഞാൻ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു മെയിൻ ഓഫീസിൽ. അത് കഴിഞ്ഞ് 7 മഹാറിൽ പോയി കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം 7 മഹാറിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും സെൻട്രൽ പോസ്റ്റിംഗ് ആയി. ഞാൻ മെയിൻ ഓഫീസിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു 4 വർഷം അടുക്കാറായപ്പം ബ്രിഗേഡിയർ PS ബായർ സാറായിരുന്നു അന്നത്തെ കമാൻഡൻറ്റ്. പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് കേണൽ ഓഫ് ദി റെജിമെൻ്റ് അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അന്ന് കേണൽ ഓഫ് ദി റെജിമെൻ്റ് ലെഫ്റ്റനൻ്റ് VC നന്ദ, PVSM AVSM ADC. നന്ദ സാബ് ആരായിരുന്നറിയാമോ? നമ്മുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ KM കരിയപ്പേട് പെങ്ങളുടെ കൂർഗുകാരൻ്റെ. അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കാം. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കാം. ഓക്കെ, യു ടേക്ക് 10 days കാഷ്വൽ ലീവ്, ഡിസ്പോസ് ഓഫ് യുവർ ഫാമിലി, ഗോ ഡയറക്റ്റ് ടു അംബാല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അംബാലയിൽ പോയത് സെൻട്രി വന്നു. പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അംബാലയിൽ പോയി. അങ്ങനെ ജനറൽ സാറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. അന്ന് പുള്ളി 2 കോറിൻ്റെ കമാൻഡറായിരുന്നു. അതിനുശേഷം പിന്നെ ഡൽഹിയിൽ ഒരു പോസ്റ്റിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർത്തേൺ കമാൻഡിലായിരുന്നു. അങ്ങനെ നോർത്തേൺ കമാൻഡിൽ പുള്ളിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തലയ്ക്ക് ഒരു ചെറിയ വട്ടളായി. ഞാൻ SL കമ്മീഷന് അപ്ലൈ ചെയ്തു 86 ബാച്ചിൽ. ഞാൻ ഇൻ്റർവ്യൂ അവിടെ SSB അലഹാബാദിൽ അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. മെഡിക്കൽ കഴിഞ്ഞു. ഡോക്യുമെൻ്റൊക്കെ റിക്കഡ് ഓഫീസിന് വരുത്തി. അപ്പോൾ ഞാൻ ഫുൾ ഇതിലായി. എല്ലാം ശരിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ 2-3 മാസമായിട്ടും ഒരു മെസ്സേജും കിട്ടായിരുന്നു. ഇപ്പോൾ അന്വേഷിച്ചവൻ പറഞ്ഞു, ഈ വർഷം വേക്കൻസി റിലീസ് ചെയ്തില്ല ഗവൺമെൻറ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഔട്ടായെന്ന് പറഞ്ഞു. അന്നേരം വീണ്ടും എനിക്ക് തലയ്ക്ക് അസുഖം തുടങ്ങി. അപ്പോൾ പലരും അന്ന് അവിടെ കമാൻഡ് ഹെഡ്ക്വാർട്ടർ ആയതുകൊണ്ട് ഒരുപാട് സിവിലിയന്മാരുണ്ട്, എല്ലാം മലയാളികളുമാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുക, അത് ഇത് ചെയ്യും. അങ്ങനെ ചെയ്ത് ഞാൻ ജനറൽ സാറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രിമേച്ചർ റിട്ടയർമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞതെന്നറിയാം, യു ഗോ ബാക്ക്, തിങ്ക് ഇറ്റ് ഓവർ ആൻഡ് കം ബാക്ക് കഴിയും. പോയി ആലോചിച്ചിട്ട് പിന്നെ വരാൻ പറഞ്ഞു ജനറൽ സാറ്. 2 ദിവസം ഈ ഉറക്കമില്ല, ഇങ്ങനെ കിടന്നിട്ട് പിന്നെയും ചെന്ന് പറഞ്ഞു, സാറേ എനിക്ക് പ്രിമേച്ചർ റിട്ടയർമെൻറ്റ് വേണം. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. കാര്യം എന്താ പ്രശ്നം ഉണ്ടായെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഐ നോ യുവർ ഫോൾ എന്നോട് പറഞ്ഞായിരുന്നു ജനറൽ സാർ. അങ്ങനെ ഞാൻ പ്രിമേച്ചർ റിട്ടയർമെൻറ്റിന് പുള്ളി ഓക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സാർ ഐ ഹാവ് അനദർ റിക്വസ്റ്റ്. എന്തോ? ഞാൻ പറഞ്ഞു, സാർ യു ഹാവ് വേക്കൻസി സിവിലിയൻ PS വേക്കൻസി, ഐ നീഡ് 1 വേക്കൻസി എന്ന്. അന്നേരം അതും പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെ പെൻഷനായി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഇതൊന്നും അറിയത്തില്ല, പ്രിമേച്ചർ റിട്ടയർമെൻറ്റ് വാങ്ങി വരുന്നൊന്നും. ഞാൻ പെട്ടിയും കിടക്കെ എടുത്തുകൊണ്ട് വീണ്ടും പോയത് എങ്ങോട്ടെന്നറിയാം, ഉദംപൂരിലോട്ടാണ് പോയത്, നോർത്തേൺ കമാൻഡ്. അങ്ങനെ നോർത്തേൺ കമാൻഡിൽ പോയി 1 മാസം കഴിഞ്ഞ് വീണ്ടും സിവിലിയനായിട്ട് ജോലി ചെയ്തോടെ. അങ്ങനെ 10 മാസം ഞാൻ സിവിലിയനായിട്ട് ജോലി ചെയ്തപ്പോൾ ജനറൽ സാബ് റിട്ടയറായി. പുള്ളി ഞാനറിയാതെ എന്നെ പോസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിലോട്ട്, ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടക, ഗോവ, കേരള സബ് ഏരിയ. എന്തിനാണെന്നറിയോ? പുള്ളി അവിടെ വീട് വെച്ചേക്കുന്നത് കർണാടകയിൽ. അങ്ങനെ അവിടെ ഞാൻ ജോലി ചെയ്തു 4.5 വർഷം. അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും എനിക്ക് തലയ്ക്ക് വട്ടളായി. ഞാൻ കാശ്മീരിലെടുത്തോണ്ട് സൗദി അറേബ്യയിലേക്ക് പോയി.
സൗദി അറേബ്യ ചെന്ന് അന്ന് ഈ കളി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പം വേറെ ജോലി ചെയ്യണം, ശമ്പളം കട്ട് ചെയ്തൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, സംഗതിയൊക്കെ റെഡിയായി. അവിടുന്ന് പിന്നെ റെസിഗ്നേഷൻ അയച്ചു കൊടുത്ത് അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലായി. അപ്പം എൻ്റെ കഥകളെല്ലാം കേട്ടത്. പിന്നെ എനിക്ക് 2 മക്കളാണ്, ഒരാണ് ഒരു പെണ്ണ്, അതായത് മകളും മകനും. മകളും കൊച്ചുമകളും ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സംഗമത്തിന്, അതായത് മകൻ്റെ സംഗമത്തിന് എൻ്റെ കൂടെ വേറെ ആളുണ്ടായിരുന്നു, പുള്ളിക്കാരി ഇപ്പം ഇല്ല. പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഭാര്യയെല്ലാം കൂടെ കാനഡയില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, അതിങ്ങനെ ജീവിതത്തിൽ വരുന്ന സംഭവമുള്ളത്. നമ്മളെ ആക്കിയത് മഹാറജിമെൻ്റ്, അതെല്ലാവർക്കും ഓർമ്മ കേട്ടോ. ഇവിടെ ഒരു 2000 രൂപ 1000 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിങ്ങനെ ആലോചിച്ച് നോക്കും. 1000 രൂപയ്ക്ക് മത്തി മേടിക്കാമെങ്കിൽ 5 ദിവസം മീൻ കൂട്ടാമല്ലോ. ഈ ബോട്ടെ കയറി എന്താ എടുക്കാനാണ്? അതിനല്ല, ഈ 2000 രൂപയുടെ വാല്യൂ നോക്കിയാലേ ഇവിടെ വരുന്നത്. ഇവിടെ മഹാറജിമെൻ്റെ പേരിൽ ഈ സംഗതി ഓർഗനൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇവിടെ വേറൊരാൾ നമ്മുടെ കടുത്തുരുത്തിക്കാരൻ പറഞ്ഞില്ലേ, പുള്ളി കോട്ടയം ജില്ലയുടെ എക്സൈസ് ലീഗിൻ്റെ സെക്രട്ടറി ആണെന്നൊക്കെ. ഞാനും അതുപോലെ ഒരു സെക്രട്ടറി. എന്തിനാ? എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഞാനും വെയിലും കൊണ്ട് നടക്കുക. എന്തിനാ? എക്സർവീസ്മെൻ എന്നുള്ള ആ സ്പിരിറ്റ് കാരണമാണ്. അതുകൊണ്ട് മഹാറെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പിരിറ്റ് വേണം, അല്ല പൈസയുടെ മൂല്യം നോക്കിയാൽ പരിപാടി നടക്കത്തില്ല. ഞാൻ പലരെയും ഈ ഇതിനകത്ത് പങ്കുകൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവരൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ബോട്ടെ കയറിയതില്ലേ, ഇനി ഇപ്രാവശ്യം പോയി ബോട്ടയിൽ ഉള്ളത് വെള്ളം കാണുന്നതോ അല്ല പ്രശ്നം. ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാരെ കാണാനും പുതിയ ആൾക്കാരെ കാണാനും അവരായിട്ടുള്ള ബന്ധം പുതുക്കാനും എല്ലാം സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ എങ്ങനെയാണെങ്കിലും അത് 2 പേരെ ഉള്ളെങ്കിലും ശരി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ ആൾക്കാർക്ക് പറയാനുള്ള അവസരം കൊടുക്കരുത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ബോട്ടെ കയറിയില്ല, ഇപ്രാവശ്യം ഇങ്ങനെ ബോട്ടെ കയറുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ബോട്ടെ കയറിയെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യണം. അതിൽ ആൾ കുറഞ്ഞാലും പ്രശ്നമില്ല, ആൾ കുറയുമ്പോൾ പൈസ കൂടുമെന്നേ ഉള്ളൂ, പ്രശ്നമില്ല. എൻ്റെ കാര്യം ഞാൻ പറയുക, എത്ര പൈസ ആയാലും ശരി മഹാറിൻ്റെ പേരിലൊരു പരിപാടി നടത്തുമെന്ന് ഞാൻ അതിനുണ്ടായിരിക്കും. എന്നെ
എത്തി. ട്രിവാൻഡ്രം അടുത്താണെങ്കിൽ തന്നെയും അല്പം ബുദ്ധിമുട്ട് സഹിച്ചൊക്കെ ആയിരിക്കും വന്നത്. പ്രായം ചെന്നവർക്ക് അത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ സഹകരണത്തിന് നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ നന്ദി സൂചകമായിട്ട് 2 വാക്ക് പറയാൻ ഞാൻ ഷിബു സാറിനെ ക്ഷണിച്ചു. നന്ദി പറയുക എന്ന ഉത്തരവാദിത്തമാണ് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് സാറ് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ ഓരോരോ തിരക്കുകൾ മാറ്റിവെച്ച് മഹാറെജിമെൻ്റ് എന്ന ഒരൊറ്റ പേരിൽ ആ ഒരൊറ്റ വികാരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഓരോ പൂർവ്വ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എക്സ് സർവീസ്മാൻ എന്ന ഗൗരവ മൂഡിലിരിക്കുന്ന നമ്മുടെ മുന്നിൽ അങ്ങേ തലയിൽ എനർജിയിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച ഈ സംഗീത ട്രൂപ്പിനും അവരുടെ അങ്ങേ തലയിൽ എനർജി എടുത്ത് നമ്മളുടെ കാര്യം നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിരിക്കുന്നവരാണ്. എന്നാലും ഒരു അണുവിട പോലും കുറവ് വരുത്താതെ വളരെ ഗംഭീരമായി സംഗീതം സദ്യ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കേണ്ട സംഗീത സദ്യ ഇവിടെ അവതരിപ്പിച്ച ഈ ടീമിന് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇനിഷ്യലി ഞങ്ങൾ മലബാറിൽ ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു. അവിടുത്തെ ഭയങ്കരമായ ബുക്കിംഗ് കാരണം ഒരു ദശാസന്ധിയിൽപ്പെട്ടപ്പോൾ ഞങ്ങളെ വീണ്ടും സഹായിക്കാൻ ഞങ്ങളുടെ എപ്പോഴും ദൈവദൂതനെ പോലെ വരുന്ന രാധാകൃഷ്ണൻ സാറിന്, അതുപോലെ ഈ പ്രോഗ്രാം ഇത്രയും ഗംഭീരമായി നടത്തിയ രാധാകൃഷ്ണൻ സാർ, എന്നും എപ്പോഴും ഒരു വിളിക്കപ്പുറത്ത് കിട്ടുന്ന സാറിന് എൻ്റെ പ്രത്യേക നന്ദി, ഈ മഹാർ കൂട്ടായ്മയുടെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. ഈ ഭംഗി ഈ ഒരു സഹകരണം അടുത്ത വർഷവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു അടിക്കുറിപ്പ് കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ആയുരാരോഗ്യത്തോടുകൂടി അടുത്ത വർഷം നമ്മൾ ഇതിലേറെ ഉഷാറോടെ കാണട്ടെ. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു. ബോട്ടിലെ നമുക്ക് ഭക്ഷണം തന്ന നമ്മുടെ ബോട്ടിലെ സ്റ്റാഫുകൾ, അവരുടെ ഡ്രൈവർമാർ, പിന്നെ എല്ലാവർക്കും സുരക്ഷിതമായി നമ്മളെ യാത്ര കൊണ്ടുപോവുകയും നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ നമുക്ക് തരികയും എല്ലാതും ചെയ്തു തന്ന അവർക്ക് കൂടി ഞാൻ എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. I am a disco dancer. Disco! Oh yeah! Disco! Disco! दो दिन की हस्ती में सदियों की मस्ती में दुनिया सुबह की सवानी विश्वास मिलते हैं ऐसी जवानी में कैसे मिले आंख पानी इस सुर में गाना बंदा नगर जाए बसने की राह में हंसे उतर जाए कहाँ मिले प्यार वही मेरी यार तो सुनो ओ नाचो ओ मेरे साथ नाचो I am a disco dancer. I am a disco dancer. Hey, I am a disco dancer. जिंदगी मेरा गाना मैं किसी का दीवाना I am a disco dancer. Hey, I am a disco dancer. Hey, I am a disco dancer. I am a disco dancer. Murudu
அழைத்து கொடுத்தாய்